സ്വപ്നം എങ്ങനെയുണ്ട്? സ്വപ്നം എപ്പോഴും സ്വപ്നം കാണാനേ കൊള്ളൂ. ഇല്ല അതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ റിസൾട്ട് ഉടനെ വരും. വേണമെങ്കിൽ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാം. MA-ക്ക് 2 വർഷം കൂടി, പിന്നെ ഇഷ്ടമുള്ളിടത്ത് സെറ്റിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. എബിക്കറിയൂ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാണ് അപ്പച്ചനും അമ്മച്ചി എന്നെ വളർത്തിയത്. ഒരുപാട് സ്വത്തുക്കൾ, ഒരേ ഒരു മകൾ. മോളുടെ ഏതാഗ്രഹവും ആ നിമിഷം സാധിച്ചു തരുമായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ ഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടത്. കോൺവെന്റിൽ വെച്ച് ഒരു ദിവസം രാവിലെ പത്രത്തിൽ പ്ലെയിൻ ക്രാഷ്. മരിച്ചവരുടെ കൂട്ടത്തിൽ അപ്പച്ചനും അമ്മച്ചിയും. കുവൈറ്റിലായിരുന്നു രണ്ടുപേരും. മോളെ കാണാൻ ആർത്തിയോടെ ഓടി വന്നതാ. ഞാനും ഒരു ഓർഫനാ, എബിയെ പോലെ, എബിയുടെ കുട്ടികളെ പോലെ. സത്യത്തിൽ എബിയുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവമാണ്. നോക്കൂ എബി, എന്റെ സ്വത്തുക്കളെല്ലാം എനിക്കിഷ്ടം പോലെ ചെയ്യാം. ആരും എതിര് പറയില്ല. എല്ലാം നമുക്കിവിടെ ചെലവഴിക്കാം, ഫാമിൽ, കുട്ടികൾക്ക് വേണ്ടി. അത് എതിരൊന്നും പറയരുത്. ഇപ്പോഴുള്ള കുട്ടികളുടെ കൂടെ ഇനിയും ഒരുപാട് ഒരുപാട് കുട്ടികൾ. അവരുടെ എല്ലാം ചേട്ടനും ചേച്ചിയുമായി. അവരോടൊപ്പം എബിയും ഞാനും. നമുക്ക് കുട്ടികളുണ്ടാവുമ്പോൾ അവരും ഇക്കൂട്ടത്തിൽ വളരും. അവരാരും ഒരിക്കലും അനാഥരാകരുത്. ഡാഡിയുടെ ഡെത്ത് ആനിവേഴ്സറി നാളെയാണ്. കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കണം. വൈകിട്ട് ഞാൻ ടൗണിലേക്ക് പോകും. മറ്റന്നാൾ രാവിലെ തിരിച്ചു വരൂ. അതുവരെ കുട്ടികൾ. താൻ ധൈര്യമായിട്ട് വയ്ക്കുവോ, അവരെ ഞാൻ നോക്കിക്കോളാം. അല്ലെ കുഞ്ഞാപ്പി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞാപ്പി? കുട്ടികൾക്ക് ഇപ്പൊ ഞാനും താനും ഒന്നും വേണമെന്നില്ല. മൊത്തം ചായ വേറൊരിടത്തേക്കല്ലേ. ആനിമോളെ അവളുണ്ടാവുമല്ലോ ഭരണത്തിന്. ഇന്നും വല്ല ചേച്ചി മെനിഞ്ഞാന്ന് വരാന്ന് പറഞ്ഞല്ലേ, എന്താ വരാത്തെ? ഇന്ന് ഉറപ്പായിട്ട് വരും. അല്ലെങ്കിൽ നോക്കിക്കോ. വരണില്ലല്ലോ. വരും, ഞാനല്ലേ പറയുന്നത്. മോള് കരയാതെ. ഇനിയിപ്പോ വരില്ലായിരിക്കൂ. അവിടെ ചിലപ്പോ വല്ല ജോലിയും കിട്ടിക്കാണും. നീ നിന്റെ കരുനാക്കം വെച്ചൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വന്നില്ല അല്ലേ? ഇല്ല. കുഞ്ഞാപ്പിച്ചേട്ടൻ വന്നില്ലേ? ഇനി നമുക്ക് പോകാം. വേണ്ട, ചേച്ചി ചേട്ടൻ വന്നിട്ട് പോയാ മതി. ചേച്ചി പൊക്കോട്ടെ മക്കളെ. ഞാൻ നാളെ കാലത്തേ ഇനി വരാം. വേണ്ട ചേച്ചി, ഇന്ന് പോണ്ട. ശരി, വരൂ. അവനിങ്ങി വരുമെന്നേ. അത് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? പോയിട്ട് ഒരാഴ്ചയായി ഇപ്പോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായി കാണും. അല്ലാണ്ട് അവനെന്തിനാ വൈകുന്നത്? നിന്റെ ഈ പാവം മട്ടൊക്കെ കണ്ട അവൻ ഇനി വരില്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങനെ അടുത്ത് പോയല്ലേ? അതല്ല, പിള്ളേരാകെ സങ്കടപ്പെട്ടിരിക്കുക. പിള്ളേര് മനസ്സിലായി. ഇതെവിടെ ആയിരുന്നല്ലോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വരാൻ വൈകുന്നുണ്ട്. ആ കാര്യം പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. ആ പെണ്ണാണെ കരഞ്ഞ് കരഞ്ഞ് പകുതിയായി. കുട്ടികളുടെ കാര്യം പറയാനുമില്ല. കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എന്തായിരുന്നു അവിടെ ഇത്ര മലമറിക്കുന്ന പണി? എന്താണോ? സ്വപ്നം കാണാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുള്ളൂ ഫാദർ. എന്റെ കുട്ടികൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോ. എബി, താൻ എന്താണ് ഈ പറയുന്നേ?
എടോ തനിക്ക് എന്ത് പറ്റി? എനിക്കറിഞ്ഞുകൂടാ. അന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് തന്നെ തിരിച്ചു പോരാൻ പുറപ്പെട്ടതാണ്. വഴിയിൽ എവിടെയോ തലചുറ്റി വീണു. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ ഏതോ ഹോസ്പിറ്റലിലെ ബെഡിൽ. എന്താണ് സംഭവിച്ചെന്നറിയില്ല. പിറ്റേന്ന് അവരെന്നെ മെഡിക്കൽ കോളേജിലാക്കി. 3-4 ദിവസം ടെസ്റ്റും പരിശോധനയും. ഒടുവിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. വൈകിപ്പോയത്രേ, ഒത്തിരി വൈകിപ്പോയി. നിമിഷങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ, അത്ര ഇനി ബാക്കിയുണ്ടാവും. ഹാർട്ടിനാണ് തകരാറ്. സാധാരണ മട്ടിൽ ഇത്രയും നാൾ ഞാൻ ജീവിച്ചു എന്നതിലാണ് ഡോക്ടർമാർക്ക് അത്ഭുതം. ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ അവരെന്നെ അനുവദിച്ചില്ല. 1-2 ദിവസം ഞാൻ പിടിച്ചു നിന്നു. ഹോസ്പിറ്റലിലെ അപരിചിതമായ ലോകത്ത് മരണം കാത്തുകിടക്കാൻ പേടിയായി. കുട്ടികളെ കാണണം തോന്നി, സ്നേഹിക്കുന്ന എല്ലാരെയും കാണണം തോന്നി. രാത്രി ആരും കാണാതെ ഇറങ്ങിപ്പോന്നു. ആരെയും അറിയിക്കരുതെന്ന് കരുതിയതാണ്. ഇവിടെ വന്ന് പഴയതുപോലെ ചിരിച്ച് കളിച്ച് പാട്ടുപാടി തമാശകൾ പറഞ്ഞ് ഒരു നിമിഷം പെട്ടെന്നില്ലാതാവുക. ചേട്ടൻ വന്നു. പിണക്കം എല്ലാവരും. ചേട്ടന് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയില്ല. മക്കളെ വിഷമിച്ചോ? ഇതാ നോക്കിയേ, ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കളിപ്പാട്ടങ്ങള്, കളർ പെൻസിൽ, വാട്ടർ ബോട്ടിൽ, പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പിണക്കം മാറിയില്ലേ? കുട്ടികൾക്കുള്ളത് വാങ്ങിയപ്പോ ആനിക്കും എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നി. സാരിയാ. സാരി ഉടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല, ഉടുക്കുമെന്നും അറിയില്ല. എങ്കിലും ഒരു ആഗ്രഹം തോന്നി, വാങ്ങി. ആനിക്കും എന്നോട് പിണക്ക? ആരും പിണങ്ങണ്ട. ഇനി ഞാൻ എങ്ങും പോവില്ല. പോരെ? ഇനിയും പിണക്കം മാറിയില്ലേ? ശരി. ദേ, ചേട്ടൻ ഏത്ത വിടാൻ പോവാ. ഞങ്ങളുടെ Attention! Show your marks.
ക്ലാസ്സിൽ ഞങ്ങളെ ഏറ്റവും ഫസ്റ്റ്. ഒന്ന് തുള്ളിച്ചാടേ ബി, ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? ചേട്ടന് സന്തോഷമായി. എന്റെ മക്കള് മിടുക്കന്മാരാ. കണ്ടോ കണ്ടോ, എന്റെ മക്കള്. എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ ഇങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് വേണം. ഇല്ല, ക്രെഡിറ്റ് മുഴുവൻ ആനി എടുത്തോളൂ, എനിക്കൊന്നും വേണ്ട. അതൊക്കൂല, നമുക്ക് പങ്കിട്ടെടുക്കാം. എല്ലാം പങ്കുവെക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. എബി, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ വേണം പറഞ്ഞേ? എല്ലാം ആനിയുടെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം. 2 ദിവസത്തിനകം എന്റെ റിസൾട്ടും വരും. ക്ലാസ് ഉറപ്പാ. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എന്താ? ചെറിയ തോതിലൊന്നും പോരാ, ഗംഭീരമാക്കണം. ശരിക്കും ഒരു ഫെസ്റ്റിവൽ. ഇവിടെ ഒരു കൊച്ചു സ്വർഗമുണ്ടെന്ന് ഈ ലോകം മുഴുവനും അറിയണം. നമ്മുടെ ഈ സ്വർഗത്തിന് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്, ഹെവൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ സ്വർഗം. എന്താ എബിയൊന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല. നിങ്ങൾ പോയി ഉടുപ്പൊക്കെ മാറ്. പിന്നെ ആന്റിയോടും അങ്കിളിനോടും എല്ലാം പറഞ്ഞു. ആദ്യം കുറെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ അവസാനത്തെ ആയുധം പുറത്തെടുത്തു, സെന്റിമെന്റ്. കരച്ചില്, മൂക്കുവീഴ്ചില്, അതില് രണ്ടുപേരും വീണു. അങ്കിൾ എബിയെ കാണാനിരിക്കുക. മറ്റന്നാ ഞാനും അങ്കിളും ബാംഗ്ലൂർക്ക് പോവും, എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് പോരാൻ. പിന്നെ പോകണ്ടല്ലോ, ഒരാഴ്ച ചെറിയൊരു വിരഹം. തിരിച്ചു വന്ന എത്രയും വേഗം കാര്യങ്ങളങ്ങ് നടത്തണം.